ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. SCERT കേരള ഓണം എക്സാമിന് തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ കീയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഡിസ്കഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ 40 മാർക്കിലാണ് ഈ ക്വസ്റ്റ്യൻസ്. സമയം 1.5 മണിക്കൂറാണ്. ആകെ 18 ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്തിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 4 ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 7, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 6, പിന്നെ ലാസ്റ്റ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 1, നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലിൻ ഡയാമിൻ മോണോമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ നൈലോൺ 66 ഉണ്ടാക്കുന്നത്. ഇത് അഡിപ്പിക് ആസിഡ് ഹെക്സാമെത്തിലിൻ ഡയാമിൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ 2 OHും ബ്രേക്ക് ചെയ്യും, ഈ 2 സൈഡിലെ ഹൈഡ്രജനും ബ്രേക്ക് ചെയ്യും. ഈ OHും Hഉം കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂളാകും. ഈ സ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നൈലോൺ 66ൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് മാറുന്നത്. അപ്പോൾ ആൻസർ സി, അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലിൻ ഡയാമിൻ. ക്വസ്റ്റ്യൻ 2, ഇവിടെ ഒരു ആൽക്കീൻ എക്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അഡീഷൻ റിയാക്ഷൻ നടന്ന് ഒരു പ്രോഡക്റ്റ് Y ഉണ്ടാക്കി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ്. ഇവിടെ A, B, C, D 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് ആൽക്കീനാണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽക്കീൻ്റെ ജനറൽ ഫോമുല CnH2n ആണ്. ഇതിനകത്ത് എക്സ് ആൽക്കീനിൽ പെടുന്നത് ഏതാണെന്ന് നോക്കൂ. ഫസ്റ്റ് വൺ ആൽക്കീനിൽ പെടും, കറക്റ്റ്. സെക്കൻഡ് വൺ H2n+2 ആണ്, അപ്പോൾ ഇത് ആൽക്കീനിൽ പെടില്ല, അപ്പോൾ ഇത് കട്ട് ചെയ്യാം, കറക്റ്റ് ഇൻകറക്റ്റ് ആൻസർ ആകും. ഇത് എക്സ് തേർഡ് വൺ നോക്കുമ്പോൾ H2n-2 ആണ്, അപ്പോൾ സിയും തെറ്റാണ്. D CnH2n, അപ്പോൾ ഇത് ആൽക്കീനിൽ പെടും. ഇനി A ആണോ D ആണോ കറക്റ്റ് എന്ന് നോക്കാൻ നമ്മൾ വൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. Y ഉണ്ടായത് എക്സിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ C2H4ൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ C ഒരെണ്ണം കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാർബണിനെ പറ്റിയൊന്നും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇത് തെറ്റാണ്. കാർബൺ ഒരെണ്ണം കുറഞ്ഞു പോയി. ഇവിടെ C2H4 എന്നുള്ളതിനേക്ക് 2 ഹൈഡ്രജനും കൂടി വന്നിരിക്കുന്നു. അതായത് അഡീഷൻ റിയാക്ഷൻ നടത്തി C2H4 എന്നുള്ളത് C2H6ലേക്ക് മാറി. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ D. ഇതാണ് ആൽക്കീൻ. ഈ ഈഥീൻ C2H4 എന്നുള്ളത് ഈ ഈഥീൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ വാലൻസി ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈഡ്രജൻ 2 കാർബണിലേക്കും വരും, അഡീഷൻ റിയാക്ഷൻ. അങ്ങനെ നമ്മൾ C2H6ലേക്ക് ഈഥൈനിലേക്ക് മാറി. ഇതാണ് കറക്റ്റ് ആൻസർ D. X C2H4, Y C2H6. Question 3, മാച്ച് ദ ഫോളോയിങ്. ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. OR, CHO, COOH, OH. ഇനി അതിൻ്റെ പേരും മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ABCD ഓപ്ഷൻസ് ആണ്. ഏത് കോമ്പിനേഷനാണ് കറക്റ്റ് എന്ന് നമ്മൾ പറയണം. OR എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈഥർ. CHO ആൽഡിഹൈഡ്, COH കാർബോക്സിലിക് ആസിഡ്, OH ആൽക്കഹോൾ. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് അത് നോക്കുന്നത് എങ്ങനെയാണ്? A4 പോണത് C ഓപ്ഷനിലാണ്. A4, ദെൻ B1, C2, ഇപ്പോൾ ഈ C2, D എവിടേക്കാണ്? D3. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ C ആണ് തന്നിരിക്കുന്നതിലെ കറക്റ്റ് കോമ്പിനേഷൻ. ക്വസ്റ്റ്യൻ 4, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. The subshell configuration of element X with atomic number 23 is 1s2 2s2 2p6 3s2 3p6 3d3 and 4s2. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് the element X belong to 4th period and 2nd group in the periodic table. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ
ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ബി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് കറക്റ്റ്, സി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് ഡി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. നമുക്ക് അനലൈസ് ചെയ്യാം. ഇത് ഫസ്റ്റ് നോക്കുന്ന 23 ആണ് ആറ്റമിക് നമ്പർ എന്ന് തന്നിട്ടുണ്ട്. ആറ്റമിക് നമ്പർ 23നെ ഈ സബ്ഷെൽ കോൺഫിഗറേഷൻ്റെ ഈ എനർജിയുടെ ഓർഡറിൽ ഫില്ല് ചെയ്യുമ്പോഴേക്കും സബ്ഷെൽ കോൺഫിഗറേഷൻ കറക്റ്റ് ആണെന്ന് ആദ്യം നോക്കൂ. 23 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p ആകുമ്പോഴേക്കും 3p6 ആകുമ്പോൾ 18 ആയി. പിന്നെ നമുക്ക് 23 വരെ ഉണ്ട്, അതായത് 5 മോർ ഉണ്ട്. 3p6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോകുന്നത് 4s2 കഴിഞ്ഞാൽ ബാക്കി 3 ആണ് 3d3യിൽ വരുന്നത്. അപ്പോൾ കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇത് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഓരോന്നും അതിൻ്റെ മാക്സിമം ഫില്ലിംഗ് ഇലക്ട്രോൺ കപ്പാസിറ്റിയിൽ ഫില്ല് ചെയ്താണ് പോകുന്നത്. റെഫറൻസിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2, പി മാക്സിമം കപ്പാസിറ്റി 6, ഡി സബ്ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി 10, എഫിൻ്റെ മാക്സിമം കപ്പാസിറ്റി 14. അങ്ങനെ ഓരോന്നും ഏത് സബ്ഷെല്ലിലാണോ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഫില്ല് ചെയ്ത് ഈ ടോട്ടൽ ആറ്റമിക് നമ്പറിൻ്റെ അത്ര ഇലക്ട്രോൺസ് ആണല്ലേ ഉള്ളത്, അത്രയും ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് ഈ സബ്ഷെൽ കോൺഫിഗറേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 23ക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണെന്ന് മനസ്സിലായി. നൗ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കും. എലമെൻറ്റ് എക്സ് ബിലോങ് ടു 4th പീരിയഡ്. ഈ എലമെൻറ്റിൻ്റെ പീരിയഡ് എന്താണ്? മാക്സിമം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n 4th പീരിയഡ്. ഈ ഭാഗം കറക്റ്റാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കണേ? സെക്കൻഡ് ഗ്രൂപ്പ്. ഈ എലമെൻറ്റ് സെക്കൻഡ് ഗ്രൂപ്പിലാണ് പെടുന്നത്? അല്ല, ഇതൊരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ പറയണത് D+S ഇലക്ട്രോൺസ് ആണ് നോക്കണേ. അതായത് 3+2 5 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സി. ഡി ബ്ലോക്ക് എലമെൻ്റ് ആയത് കാരണം ഡി ഇലക്ട്രോണും എസ് ഇലക്ട്രോണും കൂടി ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 മുതൽ 11 വരെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 5, റൈറ്റ് ദ IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ് IUPAC നെയിം? ക്ലോറിൻ ആണ് ഇതിൻ്റെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് മിനിമം പൊസിഷനിലേക്ക് വരുന്നതിന് നമ്പറിങ് എങ്ങനെ കൊടുക്കാം? 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2ൽ കിട്ടി. ഇനി ഈ വെച്ച് നമ്പർ ചെയ്താൽ 3 ആണ് ആകുന്നത്. അപ്പോൾ കറക്റ്റ് നമ്പറിങ് ഇതാണ്. ഇതിൽ നമ്പർ ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിനുള്ള 4 കാർബൺ ആറ്റം ആകുമ്പോൾ ബ്യൂട്ടെയിൻ. അപ്പോൾ 2 ക്ലോറോ ബ്യൂട്ടെയിൻ. ഇനി ബി, ഇതൊരു ആൽക്കൈനാണ്, അതായത് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് ഏത് കാർബൺ പൊസിഷനിലാണ്? ഒരറ്റത്ത് നോക്കൂ 1 2, ഈ അറ്റത്ത് നോക്കിയാൽ 1 2 3 അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഈ വശത്തു നിന്നാണ് നമ്പറിങ് കറക്റ്റ് ആയിരിക്കുന്നത്. 1 2 3. അപ്പോൾ സെക്കൻഡിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു 1 2 3 4 5 പെൻറ്റ് 5 കാർബൺ ആറ്റം ഉണ്ടല്ലോ, പെൻറ്റൈനാണ്. അത് ട്രിപ്പിൾ ബോണ്ട് സെക്കൻഡിലാണ്. പെൻറ്റ് 2 അയൺ. Question 6. Find A and B and complete the chemical equation. ഒരു chemical equation A plus B gives CH3COO CH2 CH3 plus H2O. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലെ ഈ റിയാക്ഷൻ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് COO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. COO മീൻസ് എസ്റ്റേഴ്സ്. ഇതൊരു എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സിൽ റിയാക്റ്റൻസ് ഏതൊക്കെയായിരിക്കും? കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ടാണ് എസ്റ്റേഴ്സ് ഫോം ചെയ്യണേ. അപ്പോൾ എയും ബിയും ഒന്ന് കാർബോക്സിലിക് ആസിഡും രണ്ടാമത്തെ ആൽക്കഹോളുമായിരിക്കും. അത് എങ്ങനെയാണ് ആകുന്നത്? ഈ ഭാഗത്താണ് കട്ട് ചെയ്ത് വരുന്നത്. ഇത് CH3COOH, അതായത് അതാ ഭാഗമാണ് കാർബോക്സിലിക് ആസിഡ്. ഈ ഭാഗം CH3CH2, ഈ ഭാഗമാണ് ആൽക്കഹോളിൽ നിന്ന് വരുന്ന പാർട്ട്. അപ്പോൾ ഈ എസ്റ്റേഴ്സിൻ്റെ പേര് ഈഥൈൽ എത്തനോയേറ്റ് എസ്റ്റർ. എസ്ട്രിഫിക്കേഷൻ ആണ് ഈ പ്രോസസ്സ്. ഇത് റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? എസ്റ്റേഴ്സ് ഫോം ചെയ്യണേ ഈ ഭാഗം CH3COOH കാർബോക്സിലിക് ആസിഡ്,
അത് റിയാക്ട് ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ ഈ പാർട്ടിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ OH ആഡ് ചെയ്ത് അതാണ് ആൽക്കഹോൾ. ആൽക്കഹോളിൽ നിന്ന് വരുന്ന പാർട്ടാണ് എസ്റ്ററിൻ്റെ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ റിയാക്റ്റൻ്റ് വരുന്നത് ഈ ഭാഗത്തിന് H ചേർത്തിട്ടുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് കിട്ടും. ഈ ഭാഗത്തിൻ്റെ OH ചേർത്താൽ ആൽക്കഹോൾ പാർട്ടും റിയാക്റ്റൻ്റ് കിട്ടി. അത് റിയാക്ഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് COOHലെ Hഉം ഈ ആൽക്കഹോളിലെ OH ഈ രണ്ട് ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ OHഉം ഈ Hഉം കൂടി കമ്പൈൻ ചെയ്ത് വാട്ടർ ആകും. ഈ CH3CO അതായത് ഈ പാർട്ട് CH3COO ഡയറക്റ്റ്ലി ഈ OH പോയി കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ കാർബണിലെ വാലൻസിയിലേക്ക് ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് CH3COയും CH2CH3 എന്നുള്ള ഈ എസ്റ്റർ ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈഥൈൽ എത്തനോയേറ്റ്. അപ്പോൾ എയും ബിയും കാണാൻ പറഞ്ഞാൽ പെട്ടെന്ന് എനി എസ്റ്റർ ആണെങ്കിലും CO ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ COOHും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എത്രയാണോ ആൽക്കൈലിൻ്റെ കൂടെ ആ COOH അതായിരിക്കും ആസിഡ് പാർട്ട്, കാർബോക്സിലിക് ആസിഡ് പാർട്ട്. മറ്റേ ഭാഗത്തിൻ്റെ കൂടെ OH ചേർത്താൽ അതിൽ റിയാക്ഷനിൽ വന്ന ആ ആൽക്കഹോളും കിട്ടും. സോ A is equal to CH3COOH ethanoic acid, B is equal to CH3CH2OH ethanol. Question 7. The category of certain medicines are given. Mention the function of each. കാറ്റഗറി തന്നിരിക്കുന്നത് ഫസ്റ്റ് A ആൻറ്റിസെപ്റ്റിക്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ആൻറ്റിസെപ്റ്റിക്. ഡെറ്റോളൊരു ഉദാഹരണമാണ്. ആൻറ്റിപൈററ്റിക്സ് ആ കാറ്റഗറിയിൽ പെടുന്ന മെഡിസിൻ്റെ എന്ത് ഫങ്ഷനാണ് അത് ചെയ്യുന്നത്? റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ് ആൻറ്റിപൈററ്റിക്സ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. പാരസെറ്റമോൾ ഒരു ആൻറ്റിപൈററ്റിക് മെഡിസിനാണ്. ഈ 7ന് A പാർട്ട് ഒരു ഓപ്ഷൻ, അതിനും ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. ഓർ 7ന് A ഓർ B. A ഇത് രണ്ടും ക്വസ്റ്റ്യൻസ്. ഇനി അല്ലെങ്കിൽ 7B അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 7B എന്താ ചോദിച്ചിരിക്കുന്നത്? ടു വിച്ച് കാറ്റഗറി ഡു ദ ഫോളോയിങ് മെഡിസിൻസ് ബിലോങ്? ഈ തന്നിരിക്കുന്ന മെഡിസിൻ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്പിരിൻ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? അനാൽജസിക് അതായത് പെയിൻ റിലീവർ കാറ്റഗറിയിൽ പെടുന്ന മെഡിസിനാണ് ആസ്പിരിൻ. നെക്സ്റ്റ് പെൻസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അത് ഇൻഫെഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആൻറ്റിബയോട്ടിക്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ 8. 2 elements A and B. അതിൻ്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പീരിയഡും ഗ്രൂപ്പും തന്നിട്ടുണ്ട്. ആ എലമെൻസിൻ്റെ സബ്ഷൽ കോൺഫിഗറേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. എലമെൻറ്റ് A 4th പീരിയഡ് 2nd ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഈ എനർജി ഓർഡറിൽ ഫില്ലിംഗ് നടത്താം. എസിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2, P 6, ഡിയുടെ കപ്പാസിറ്റി 10, എഫിൻ്റെ കപ്പാസിറ്റി 14. ഇത് റെഫറൻസിന് അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന 4th പീരിയഡാണ്. ഒരു പീരിയഡ് നമ്പറിൻ്റെ അർത്ഥം ഒരു സബ്ഷൽ കോൺഫിഗറേഷനിൽ ഏറ്റവും മാക്സിമം വരുന്ന ആ എൻ വാല്യൂ ആണ് പീരിയഡ്. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞപ്പോൾ 4th ആകുമ്പോൾ ഇത് ഈ ലെവൽ വരെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 4s ലെവലിൽ 2 ആണ്. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ 2 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി 4s ആണ് ഇതിൻ്റെ ലാസ്റ്റത്തെ സബ്ഷെൽ. അപ്പോൾ 1s2 മുതൽ മാക്സിമം കപ്പാസിറ്റിയിൽ ഫില്ല് ചെയ്ത് വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 വരെ എത്തിക്കഴിയുമ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന എലമെൻ്റായി ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് കാൽഷ്യം ഗ്രൂപ്പ് 2 പീരിയഡ് 4ലുള്ളത്. ഇനി ബി എലമെൻറ്റ് ബി 3rd പീരിയഡ് ഗ്രൂപ്പ് 17. 3rd പീരിയഡ് എന്ന് മനസ്സിലായി. നമുക്ക് 3 ഈ ലെവലിൽ വരെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഫില്ലിംഗ് വരേണ്ടത്. പിന്നെ ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ എത്രയായിരിക്കും? 17 - 10. അതായത് 7 ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണുള്ള ഒരു 3rd ലെവലിലുള്ള എലമെൻ്റാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 1s2 മുതൽ ഫില്ല് ചെയ്ത് വരാം. ഈ 3യുടെ ഷെല്ലിൽ
7 ഇലക്ട്രോണാണ് മാക്സിമം വരാൻ പറ്റുള്ളൂ. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 17 ആണ്. 17 മൈനസ് 10 7 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ. ആ അടിസ്ഥാനത്തിൽ 1s2 2s2 മുതൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 2s2 2p6 ദെൻ 3 ആണ് ഫൈനൽ ഷെൽ മെയിൻ എനർജി ലെവൽ 3. അതിൽ 7 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. s2ൽ 3s2ൽ 2 പോയി, പിന്നെ 3pയിൽ 2 പോയി കഴിഞ്ഞാൽ ബാക്കി 5 ഇലക്ട്രോൺ 3pയിൽ. അങ്ങനെ 3s2 3p6 വെച്ച് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ ഈ 7 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇവിടെ കംപ്ലീറ്റ് ആയി. അത് ക്ലോറിൻ്റെ ആണ് ഈ കിട്ടിയിരിക്കുന്ന സബ് ഷെൽ കോൺഫിഗറേഷൻ. ക്വസ്റ്റ്യൻ 8ൻ്റെ ബി പാർട്ടാണ്. നമ്മൾ കാൽഷ്യവും ക്ലോറിനും അതിൻ്റെ സബ് ഷെൽ കോൺഫിഗറേഷൻ എഴുതി കണ്ടുപിടിച്ചു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ എ ആൻഡ് ബി. എ ആൻഡ് ബി കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ആ പ്രോഡക്റ്റിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എ ആണ് കാൽഷ്യത്തിൻ്റെ കോൺഫിഗറേഷനായ സബ് ഷെൽ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വാലൻസി എത്രയാണ്? കാൽഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 2 ആണ്. കാൽഷ്യത്തിൻ്റെ വാലൻസി +2 ആണ്. ഇനി ക്ലോറിൻ രണ്ടാമത്തെ ബി എലമെൻറ്റ് ബി, അതിൻ്റെ സബ് ഷെൽ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിയത് ഇതാണ്. അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് നോക്കൂ, 3p6 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പക്ഷേ 3p5 ഉള്ളൂ, ഒരു ഇലക്ട്രോണും കൂടി കിട്ടി 3p6 ആയി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 + 5 അത് കമ്പൈൻ ചെയ്ത് 8 ഇലക്ട്രോൺ ആക്കുക എന്നുള്ളതാണ് ഈ ക്ലോറിൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്ലോറിൻ ഒരു ഇലക്ട്രോണും കൂടി കിട്ടണം. അപ്പോൾ -1 ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ, ക്ലോറിൻ്റെ വാലൻസി. ഇനി കാൽഷ്യവും ക്ലോറിനും കമ്പൈൻ ചെയ്യുമ്പോൾ കാൽഷ്യത്തിൻ്റെ വാലൻസി ക്ലോറിന് കൊടുക്കണം, ക്ലോറിൻ്റെ വാലൻസി കാൽഷ്യത്തിന് കൊടുക്കണം. അപ്പോൾ CaCl രണ്ടും പേര് അടുപ്പിച്ചെഴുതി. കാൽഷ്യമാണ് കൂടുതൽ ഇലക്ട്രോപോസിറ്റീവ്, അതുകൊണ്ട് കാൽഷ്യം ആദ്യം എഴുതി CaCl. ഇനി കാൽഷ്യത്തിൻ്റെ വാലൻസി 2 ക്ലോറിന് കൊടുത്തു, ക്ലോറിൻ്റെ വാലൻസി 1 കാൽഷ്യത്തിന് കൊടുത്തു. അങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല CaCl2 എന്ന് കിട്ടിയത്. ക്വസ്റ്റ്യൻ 9. വൺ ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ. അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്നത് ഈഥൈൻ + HCl ഗിവ്സ് A, Na ഗിവ്സ് B. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സ്ട്രക്ചറൽ ഫോർമുല എയുടെയും ബിയുടെയും. ഈഥൈൻ + HCl റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഈഥൈനിലുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനും ക്ലോറിനും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ടായി. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു Cl വരും. അങ്ങനെ CH2 ഡബിൾ ബോണ്ട് CHCl ആണ് എ, ദ പ്രോഡക്റ്റ് എ. ആ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ IUPAC നെയിം ക്ലോറോ ഈഥീൻ. സ്ട്രക്ചറൽ ഫോർമുല C, 2 ഹൈഡ്രജൻ ഡബിൾ ബോണ്ട് CHCl. ഇനി കണ്ടൻസ്ഡ് ഫോർമുലയിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ കാർബൺ എല്ലാ ഹൈഡ്രജൻ ചേർത്തെഴുതുക, ഡബിൾ ബോണ്ട് CHCl. ഇനി വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്രോഡക്റ്റ് ബി? എ പോളിമറൈസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ബി, അത് പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാവുന്നത്? വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ വാലൻസി 2 കാർബണിൽ ക്രിയേറ്റ് ചെയ്ത് അതാണ് ജോയിൻ ചെയ്ത് പോളിമറായിട്ട് ആ ലിങ്കേജ് ഫോം ചെയ്യുന്നത്. ഇതിനെ പറയും പോളിവിനൈൽ ക്ലോറൈഡ് പോളിമർ. അതിനെ IUPAC നെയിം പോളി ക്ലോറോ ഈഥീൻ. ഇതിൻ്റെ ഉപയോഗങ്ങൾ മാനുഫാക്ചറിങ് ഓഫ് പൈപ്സ്, ഫർണിച്ചേഴ്സ്, പ്ലാസ്റ്റിക് പൈപ്പ് ഫർണിച്ചേഴ്സ്, കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിനെല്ലാം PVC ഉപയോഗിക്കും. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് ഈ പോളി കഴിഞ്ഞിട്ട് ക്ലോറോ ഈഥീൻ എന്നുള്ളത് കൺഫ്യൂഷൻ വരണ്ട. ഇത് സിംഗിൾ ബോണ്ട് ആയി മാറിയെങ്കിലും ഫ്രീ വാലൻസി ഇപ്പോഴും സ്റ്റിൽ ഓപ്പൺ ആണ്. ആ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് കോമ്പൗണ്ടായ ഒരു ആൽക്കെയിൻ അല്ല. ഈ പോളിമേഴ്സിൻ്റെ നെയിമിംഗ് IUPAC നെയിമിങ്ങിൽ പോളി ചേർത്തിട്ട് ഏതാണോ മോണോമർ അതിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഇവിടെ മോണോമർ ഡബിൾ ബോണ്ടിലുള്ള ക്ലോറോ ഈഥീനാണ്. അപ്പോൾ പോളി ക്ലോറോ ഈഥീനാണ് PVCയുടെ IUPAC നെയിം. ക്വസ്റ്റ്യൻ 10. നമുക്ക് ടു ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്
2,4-dimethyl heptane. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് 7 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ആണെന്ന്. എയിൻ എന്നാണ് എൻ്റെ ചെയ്തേക്കുന്നത്. അപ്പോൾ 7 കാർബൺ ആറ്റമുള്ള എല്ലാ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം സി എന്ന് വെച്ചാൽ സിംഗിൾ ബോണ്ടായിട്ട് 7 കാർബൺ ആറ്റം വരയ്ക്കാം. എന്നിട്ട് ഒരറ്റം മുതൽ നമ്പർ ചെയ്യുക. സെക്കൻഡിലും ഫോർത്തിലും മീഥൈൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ഇവിടെ 7 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു, എല്ലാം സിംഗിൾ ബോണ്ടിൽ വരച്ചു. ഒരറ്റം മുതൽ നമ്പർ ചെയ്തു. രണ്ടാമത്തേൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഫോർത്ത് കാർബണിൽ അടുത്ത മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. ബാക്കി കാർബണിൻ്റെ വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. കാർബണിൻ്റെ മാക്സിമം വാലൻസി 4 ആണ്. സി ബോണ്ടിൽ പോയി ഇലക്ട്രോൺ ഒഴികെ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടോ അവിടെയെല്ലാം ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,4-dimethyl heptane. ഇനി സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കോമ്പൗണ്ടാണ് Hex2-ene. ഈൻ എന്ന് പറഞ്ഞപ്പോൾ അതൊരു ആൽക്കീൻ ആണെന്ന് മനസ്സിലായി. 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ആ ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിലല്ല രണ്ടാമത്തെ കാർബണിലാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 6 ആണ് ഹെക്സ് തന്നിരിക്കുന്ന കാരണം. ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോമ്പൗണ്ടിൻ്റെ ഇത് വരയ്ക്കാം? ഹെക്സ് 6 1 2 3 4 5 6 കാർബൺ ആറ്റമുള്ള ചെയിൻ വരച്ചു. 2-ene അതായത് ഡബിൾ ബോണ്ട് ഉള്ളത് സെക്കൻഡ് കാർബണിലാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്പർ കൊടുത്തു 1 2. സെക്കൻഡ് കാർബണിലാണ് ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തത്. ഈൻ ഡബിൾ ബോണ്ട് ആണ്, അത് സെക്കൻഡ് കാർബണിലാണ് കൊടുത്തത്. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി കണ്ടൻസ് ഫോർമുല ആണെന്ന് ചേർത്ത് എഴുതാം. CH3 CH ഡബിൾ ബോണ്ട്. ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് CH3 CH ഡബിൾ ബോണ്ട്. ഈ വശത്തു നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഓർഡർ കുഴപ്പമില്ല. Question 11. Structural formula of butane 1 all is given. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്യൂട്ടാൻ 1 all. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. പൊസിഷൻ ഐസോമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സി, ഇത് ബ്യൂട്ടാൻ 1 all. 1 all എന്ന് പറഞ്ഞാൽ ഓൾ എന്ന് പറഞ്ഞപ്പോൾ അതൊരു ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായി. OH ആണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിലാണെന്നാണ് ബ്യൂട്ടാൻ 1 all കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറ്റണം. അപ്പം നമുക്ക് ഫസ്റ്റിൽ നിന്ന് മാറ്റി സെക്കൻഡിലേക്കാക്കി. സി, ഇത് ഫസ്റ്റ് കാർബൺ സെക്കൻഡ് കാർബണിലേക്ക് നമ്മൾ OH കൊടുത്തു. ബാക്കി റീഅറേഞ്ച് ചെയ്തു. ഇവിടെ ഈ കാർബണിൽ ഇത് വരുമ്പോഴേക്കും ഈ ഹൈഡ്രജൻ ഇതിനകത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത് CH3 ആകും, ഈ CH3 ആകും. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ സെക്കൻഡ് പൊസിഷനിൽ കാർബൺ OH ഗ്രൂപ്പ് വരുമ്പോൾ ബ്യൂട്ടാൻ 2 all. അതാണ് ബ്യൂട്ടാൻ 1 all-ൻ്റെ പൊസിഷൻ ഐസോമർ. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായിട്ട് കാർബൺ അതിനോട് ചേർന്നുള്ള എല്ലാ ഹൈഡ്രജനും ചേർത്തെഴുതി എക്സ്പ്ലിസിറ്റ്ലി. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. (11A) കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് എഴുതണം. ഏത്? ആ സെയിം ബ്യൂട്ടാൻ 1 all ആണല്ലോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെയിം ഹോമോലോഗസ് സീരീസിലുള്ള 2 കാർബൺ ആറ്റമുള്ള ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്യൂട്ടാൻ 1 all നമുക്ക് സ്ട്രക്ചറൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇതാണ് ബ്യൂട്ടാൻ 1 all. നമുക്ക് വേണ്ടിയത് 2 കാർബൺ ആറ്റമുള്ള സെയിം ഹോമോലോഗസ് സീരീസിലുള്ള 2 കാർബൺ ആറ്റം. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 2 കാർബൺ ആറ്റം കുറയ്ക്കണം. ഒരു കാർബൺ ആറ്റം കുറയ്ക്കുമ്പോൾ അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ടത് ഏതൊക്കെ? CH2 ഗ്രൂപ്പ്. ഹോമോലോഗസ് സീരീസിൽ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും CH2 ആഡ് ചെയ്താണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ 4 കാർബൺ ആറ്റമുള്ള ഈ ഒരു ഹോമോലോഗസ് സീരീസിലുള്ള ഈ എലമെൻറ്റിൽ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് അടുത്ത പ്രീവിയസ് കിട്ടാനായിട്ട് 3 കാർബൺ ആറ്റം കിട്ടണമെങ്കിൽ ഒരു CH2നെ കുറയ്ക്കണം. 2 കാർബൺ ആറ്റം ഉള്ളതെങ്കിൽ ഒരു CH2 കൂടി കുറയ്ക്കണം. അപ്പോൾ ഈ 2 CH2 ഈ 2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 കാർബൺ ആറ്റമുള്ള സെയിം ഹോമോലോഗസ് സീരീസിൽപ്പെട്ട കോമ്പൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ C സിംഗിൾ ബോണ്ട് C OH ബാക്കിയെല്ലാം ഹൈഡ്രജൻ ഫീൽഡ്. ഇതാണ് 2 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ എത്തനോൾ.
കണ്ടൻസ്ഡ് ഫോർമുല CH3 സിംഗിൾ ബോണ്ട് CH2OH. ഈ 11th ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 11A എഴുതാം, അല്ലെങ്കിൽ 11B എഴുതാം. 11B മോളിക്കുലർ ഫോർമുല ഓഫ് ആൻ ആൽക്കഹോൾ C4H10O. അതിന് 2 പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് IUPAC നെയിം ഓഫ് ദീസ് ഐസോമേഴ്സ്. ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന മോളിക്കുലർ ഫോർമുല ഉപയോഗിച്ചിട്ട് സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായിട്ട് ആദ്യം 4 കാർബൺ ആറ്റം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 4 കാർബൺ ചെയിൻ വരയ്ക്കും. ഒരു O ഉണ്ട്, അപ്പോൾ ലെറ്റ് ഇറ്റ് ബി അത് നമുക്ക് OH ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഈ മോളിക്കുലർ ഫോർമുലയിൽ ഇത് ഫിറ്റ് ആവേണ്ടതെന്ന് നോക്കൂ. ഇത് OH ഇവിടെ കൊടുത്തു. ഇനി ബാക്കി ഹൈഡ്രജൻ 10 ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും 3 + 5 7 9 10 എല്ലാം മോളിക്കുലർ ഫോർമുല ഈക്വലായി ഡിസ്ട്രിബ്യൂഷനൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ചേർത്തിട്ട് നമുക്ക് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്ത് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല കിട്ടി. ഇതിൻ്റെ 2 പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ OH ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലുള്ള ഈ സ്ട്രക്ചറിൻ്റെ പൊസിഷൻ ഐസോമർ കാണാനായിട്ട് OH ഗ്രൂപ്പ് നമുക്ക് സെക്കൻഡ് കാർബണിലേക്ക് കൊടുക്കാം. ദിസ് ഈസ് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണിലേക്ക് OH ഗ്രൂപ്പ് ആക്കി റീസ്ട്രക്ചർ ചെയ്ത് കഴിയുമ്പോഴേക്കും മോളിക്കുലർ ഫോർമുല സെയിം തന്നെ പൊസിഷൻ ഐസോമർ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് IUPAC നെയിംസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. IUPAC നെയിം ഏതാണ്? 1 2 3 4 കാർബണുള്ള, അപ്പോൾ ബ്യൂട്ട് എല്ലാം സിംഗിൾ ബോണ്ടാണ്. ബ്യൂട്ടെയിൻ ആണ്. ഫസ്റ്റ് കാർബണിൽ OH ഉണ്ട്, അപ്പോൾ ബ്യൂട്ടാൻ 1 ഓൾ ആണ് ദിസ് വൺ. ഇതിന് നെക്സ്റ്റ് പൊസിഷൻ ഐസോമർ ഏതാണ്? ബ്യൂട്ടാൻ 2 ഓൾ. സ്ട്രക്ചറൽ ഫോർമുല കാണാനായിട്ട് ആദ്യം പറഞ്ഞു. നമ്മൾ ആദ്യം മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് സ്ട്രക്ചറൽ ഫോർമുല വരച്ച് നോക്കി. മോളിക്കുലർ ഫോർമുല ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. കറക്റ്റ് കാർബൺ നമ്പർ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എല്ലാം ഫിറ്റാക്കി സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റേത് IUPAC നെയിമും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എയും ബിയും സബ്സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ 12. വാട്ട് ഈസ് മെന്റ് ബൈ ഐസോമെറിസം? ഐസോമെറിസം എന്നാൽ 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കുകയും ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കുമ്പോൾ അവർ ഐസോമെറിസം കാണിക്കുന്നു എന്ന് പറയും. ഈ 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോർമുല മാത്രമാണ് സെയിം ആയിരിക്കുന്നത്, പക്ഷേ അവരുടെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം വ്യത്യാസമുള്ളതായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ ആൻഡ് പ്രൊപ്പാൻ 2 ഓൾ, രണ്ടിലും മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇത് ഐസോമേഴ്സ് ആണെന്ന് പറയും. പ്രൊപ്പാൻ 1 രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല C3H8O. പ്രൊപ്പാൻ 1 ഓൾ ഫസ്റ്റ് കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പായ OH ഉള്ളത്. പ്രൊപ്പാൻ 2 ഓളിൽ സെക്കൻഡ് കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പായ OH ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളത് റിലേഷനാണ് ഐസോമെറിസം. ക്വസ്റ്റ്യൻ 12ൻ്റെ കണ്ടിന്യൂഷൻ ബി പാർട്ടാണ്. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം. ഫസ്റ്റ് വൺ ചെയിൻ ഐസോമെറിസം. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് ഡിഫറെൻറ്റ് കാർബൺ ചെയിൻ ആകുമ്പോഴാണ് അത് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈനും ഹെക്സൈനും തമ്മിലുള്ളത് ചെയിൻ ഐസോമെറിസമാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ബ്യൂട്ടൈൻ 4 കാർബൺ ആറ്റം ഉള്ളത്. 2,3 2ലും 3ലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അതും ഹെക്സൈനും, ഹെക്സൈൻ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്, പക്ഷേ രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല C6H14 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഐസോമെറിസത്തിനാണ് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇതൊരു ബ്രാഞ്ച്ഡ് ആണ്, ഇതൊരു സിംഗിൾ ഒരു ചെയിൻ ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ് പൊസിഷൻ ഐസോമെറിസം. പൊസിഷൻ ഐസോമെറിസം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുന്നത്. പ്രൊപ്പാൻ 1 ഓൾ ആൻഡ് പ്രൊപ്പാൻ 2 ഓൾ ആർ പൊസിഷൻ ഐസോമേഴ്സ്. പ്രൊപ്പാൻ 1 ഓൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ OH, പ്രൊപ്പാൻ 2 ഓൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ OH. ഇത് രണ്ടും തമ്മിലുള്ളത്
പൊസിഷൻ ഐസോമറിസം. കണ്ടിന്യൂഷൻ. ഫങ്ഷണൽ ഐസോമറിസമാണ് അടുത്ത ടൈപ്പ് ഓഫ് ഐസോമറിസം. ഇവിടെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, മോളിക്കുലാർ ഫോമിൽ സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് രണ്ട് കോമ്പൗണ്ടിലും പ്രസൻറ്റ് ആയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഥോക്സി ഈതെയിൻ ആൻഡ് ബ്യൂട്ടാൻ 1-ol ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. എഥോക്സി ഈതെയിൻ ഇവിടെ OR ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത്. മോളിക്കുലാർ ഫോമുല C4H10O. അതൊരു ഈഥർ ആകുമ്പോൾ അതിൻ്റെ സെഗ്രിഗേഷൻ ഇങ്ങനെയാക്കി എഥോക്സി ഈതെയിൻ. അതിൻ്റെ ഒരു ഐസോമർ സെയിം മോളിക്കുലാർ ഫോമുലയിലുള്ള ഒരു ആൽക്കഹോൾ ആണ് C4H10O, ബ്യൂട്ടാൻ 1-ol. രണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുല സെയിം ആണ്. അപ്പോൾ എഥോക്സി ഈതെയിൻ ആൻഡ് ബ്യൂട്ടാൻ 1-ol ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. മോളിക്കുലാർ ഫോമുല സെയിം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് മെറ്റാമെറിസം. മെറ്റാമെറിസം എന്ന് പറഞ്ഞാൽ ഒരു ബൈവാലൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിലെ രണ്ട് സൈഡിലും ഒരു കോമ്പൗണ്ടിൽ സെയിം ടൈപ്പിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പും വേറെ കോമ്പൗണ്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പും വന്നാൽ അതിനെയാണ് പറയുന്നത് മെറ്റാമെറിസം. എക്സാമ്പിൾ എഥോക്സി ഈതെയിൻ ആൻഡ് മെഥോക്സി പ്രൊപ്പൈൻ ആർ മെറ്റാമേഴ്സ്. എഥോക്സി ഈതെയിൻ രണ്ട് സൈഡിലും സെയിം ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. മെഥോക്സി പ്രൊപ്പൈൻ ഒരു സൈഡ് സെയിം മോളിക്കുലാർ ഫോമുലയിൽ ഈ O ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നമ്മൾ ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ആ 4 കാർബൺ ആറ്റം 2-2 എന്നുള്ള മാറി 3-2 എന്നുള്ള കോമ്പിനേഷനിലും സ്പ്ലിറ്റായി. അപ്പോൾ ഒരു മെഥോക്സി പ്രൊപ്പൈൻ. എഥോക്സി ഈതെയിൻ ആൻഡ് മെഥോക്സി പ്രൊപ്പൈൻ ആർ മെറ്റാമേഴ്സ്. ക്വസ്റ്റ്യൻ 12 മുതൽ 3 മാർക്കേഴ്സ് ആണ് കേട്ടോ. നൗ ക്വസ്റ്റ്യൻ 13. The structural formula of ether CH3 CH2O CH2 CH3. ഇതാണ് തന്നിരിക്കുന്ന ഈഥറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. CH3 CH2O CH2 CH3. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് മെറ്റാമർ. ഇതിൻ്റെ മെറ്റാമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം മെറ്റാമർ കാണാനായിട്ട് ഓയുടെ പൊസിഷൻ നമുക്ക് ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റിവിടും. അപ്പോൾ 2-2 എന്നുള്ളത് മാറി 3-1 എന്നുള്ള കോമ്പിനേഷനിൽ കാർബൺ നമ്പേഴ്സ് വരും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഒറിജിനൽ കോമ്പൗണ്ട് CH3 CH2O CH2 CH3 ഇത്. ഇനി അതിൻ്റെ മെറ്റാമർ ഈ O പൊസിഷൻ നമുക്ക് ഒരു കാർബണിലേക്ക് മാറ്റി കഴിയുമ്പോൾ CH3O ഇവിടെ 3 കാർബൺ ആറ്റം ഈ സൈഡിലേക്കായി. അപ്പോൾ ഇത് വന്നു. ഇനി അതിൻ്റെ പേരെന്താ പറയുക? മെഥോക്സി പ്രൊപ്പൈൻ. ചെറിയ ഷോർട്ടായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന് ആൽക്കോക്സി എന്നുള്ള ഇതിൽ മെഥോക്സി. ദെൻ ഇവിടെ 3 കാർബൺ ആറ്റം ഉള്ളത് ലോങ്ങർ ആയിട്ടുള്ളത് പ്രൊപ്പൈൻ, ആൽക്കെയിൻ രൂപത്തിൽ മെഥോക്സി പ്രൊപ്പൈൻ. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഒരു സിമ്പിൾ ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഈ ജോയിൻസ് ഈ CH3 കഴിഞ്ഞിട്ട് ഇതും ഒരു CH2 ആണ്, ഇതും ഒരു CH2 ആണ്, പിന്നെ വന്നിട്ടാണ് O, പിന്നെ CH3. ഈ ജംഗ്ഷനിൽ അത് CH2 ആണെന്നാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയില്ലാന്നേ ഉള്ളൂ. അപ്പോൾ CH3 CH2 CH2O CH3 ഈ ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, മെഥോക്സി പ്രൊപ്പൈൻ. ഇനി പറഞ്ഞേക്കണം IUPAC നെയിം ഓഫ് ബോത്ത് ദ കോമ്പൗണ്ട്സ്. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും IUPAC നെയിമും ചോദിച്ചിട്ടുണ്ട്. IUPAC നെയിം എഥോക്സി ഈതെയിൻ. ഇതിൻ്റെ എഥോക്സി ഈതെയിൻ. മെറ്റാമർ മെഥോക്സി പ്രൊപ്പൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 ചോയ്സ് ഉണ്ട്. 13A എഴുതാം, അല്ലെങ്കിൽ ബി എന്താണ്? 13B. ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ഗിവൺ. CH3 CH2CO CH2 CH3. സിമ്പിൾ ഫോമിൽ ഞാനിങ്ങനെ കാണിച്ചിരിക്കുന്നു. CH3 CH2 CO CH2 CH3. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. വാട്ട് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? IUPAC നെയിം, ഇതൊരു കീറ്റോൺ ആണ്, CO ആണ്. IUPAC നെയിം എഴുതാണ്. കീറ്റോണിന് പെൻറ്റാൻ 1 ഓൺ എന്ന് എഴുതിയിരിക്കുന്ന ഓൺ ഏത് പൊസിഷനിലാണ്?
ഏത് പൊസിഷനിലാണ് ഈ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത്? 1 2 3 തേർഡ് കാർബണിലാണ് കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ 3 ഓൺ, കീറ്റോൺ ആയത് കാരണം ഓൺ. പിന്നെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 കാർബൺ ആറ്റം ഉള്ളത് കാരണം പെൻറ്റ്. അങ്ങനെ പെൻറ്റാൻ 3 ഓൺ. ഇതാണ് ഇതിൻ്റെ IUPAC നെയിം. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മെറ്റാമർ ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഗിവൺ പെൻറ്റാൻ 3 ഓൺ. ഇനി ഇതിൻ്റെ മെറ്റാമർ എങ്ങനെ കാണുക? ഈ പൊസിഷൻ ഓഫ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയാൽ മതി. നമുക്ക് ഇപ്പോൾ ഈ 3 എന്നുള്ളത് നമുക്ക് 2 മാറ്റാം. 2 മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CO ഗ്രൂപ്പ് ഈ ഇതിനകത്തേക്ക് വെച്ചു, അതായത് ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റി, ഫസ്റ്റിൻ്റെ പൊസിഷനിലേക്ക് മാറ്റി. CH3 CO CH3, അതായത് സെക്കൻഡ് കാർബൺ. ഇവിടെ തേർഡ് കാർബണിലായിരുന്നു, ഇത് സെക്കൻഡ് കാർബണിലേക്ക് കീറ്റോൺ ഗ്രൂപ്പ് മാറ്റിയപ്പോൾ പെൻറ്റാൻ 2 ഓൺ ആയി. പെൻറ്റാൻ 2 ഓണിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണ് വരയ്ക്കുക? CH3 CO പിന്നെ CH2 അറ്റത്തുള്ളത് CH3. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മെറ്റാമർ ഓഫ് പെൻറ്റാൻ 3 ഓൺ. Question 14. ആറ്റമിക് നമ്പർ ഒരു എലമെൻറ്റിൻ്റെ 16 തന്നിട്ടുണ്ട്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ ഈ ഓർഡറിൽ ഫില്ല് ചെയ്ത് 1:2 മുതൽ ഫില്ല് ചെയ്യും. എസിൻ്റെ കപ്പാസിറ്റി 2 ആണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞു. പിയുടെ കപ്പാസിറ്റി 6, ഡിയുടെ കപ്പാസിറ്റി 10, എഫിൻ്റെ കപ്പാസിറ്റി 14. ആ കപ്പാസിറ്റി മാക്സിമം അനുസരിച്ചിട്ട് ഈ ഓർഡറിൽ ഫില്ല് ചെയ്ത് ഈ 16 ആണ് ആറ്റമിക് നമ്പർ. അപ്പോൾ 16 ഇലക്ട്രോൺ ഉണ്ട്, ഫില്ല് ചെയ്യുക. അപ്പോൾ 1:2 മുതൽ തുടങ്ങിയാൽ 1:2, 2:2, 2p6, 3s2, 3p4 ആകുമ്പോഴേക്കും ടോട്ടൽ 16 ഇലക്ട്രോൺസ് ആയി. ഇതാണ് ഇതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇസ് ക്വാണ്ടം നമ്പേഴ്സ് n and l ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ഈ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിലുള്ള ആ സബ്ഷെല്ലിൻ്റെ n and l വാല്യൂസ്, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം എനർജി ലെവൽ ഇവിടെ ഉള്ളത് 3 ആണ്, അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. n = 3. P ആണ് ലാസ്റ്റത്തെ സബ് ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ല് P ആണ്. പിയുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ L ആണ്. അപ്പോൾ n = 3, L = 1. ക്വസ്റ്റ്യൻ 14ൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 14C. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻസ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ഔട്ടർമോസ്റ്റ് സബ്ഷെൽ 3p ആണ്. അതിൽ ഓറിയൻറ്റേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി സബ്ഷെല്ലിൻ്റെ L വാല്യൂ നമുക്കറിയാം 1. ഓറിയൻറ്റേഷൻ കാണുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ ഇക്വേഷൻ M = 2l + 1. നമ്മുടെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ 3p, അതുകൊണ്ട് 3pയുടെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ നോക്കുന്നത്. പിയുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L വാല്യൂ 1 ആണ്. അപ്പോൾ പിയുടെ ഓറിയൻറ്റേഷൻ കാണാനായിട്ട് M = 2l + 1. എല്ലിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഫോർ പി സബ്ഷെൽ. അപ്പോൾ M = 2 × 1 + 1, അപ്പോൾ 3. പി സബ്ഷെല്ലിൻ്റെ മാക്സിമം ഓറിയൻറ്റേഷൻസ് 3 ആണ്. അതായത് ഓറിയൻറ്റേഷൻസ് വെച്ചാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. ഓരോ ഓർബിറ്റലിനും 2 ഇലക്ട്രോൺസ് ആണല്ലോ എടുക്കുന്നത്. പി സബ്ഷെല്ലിൽ ഓറിയൻറ്റേഷൻസ് 3 ആണ്. അതായത് അത്ര ഓർബിറ്റലുണ്ട്, ഇൻറ്റു 2 ചെയ്യുമ്പോൾ 6. അങ്ങനെയാണ് പിക്ക് മാക്സിമം 6 ഇലക്ട്രോൺ കപ്പാസിറ്റി വരുന്നത്. ഈ പി സബ്ഷെല്ലിൻ്റെ ഓറിയൻറ്റേഷൻസ് PX, PY, PZ എന്നൊക്കെ സയൻസിൽ നോട്ട് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ 15 എ പാർട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് വെൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 573 K ടെമ്പറേച്ചറിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായത് A ആണ്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഈ ടെമ്പറേച്ചറിൽ പ്രോഡക്റ്റ് ഉണ്ടായത് A ആണ്. ഇനി ആ A കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ തന്നെ കിട്ടിയ പ്രോഡക്റ്റ് B ആണ്. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട്സ് A ആൻഡ് B. പ്രോഡക്റ്റ് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 573 കെൽവിൻ ആ റിയാക്ഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്നത് CH3OH മെത്തനോൾ. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ
ഈ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മെത്തനോൾ. അതാണ് നമ്മുടെ പ്രോഡക്റ്റ് എ. ഇനി ആ പ്രോഡക്റ്റ് എ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ, കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ബി. അതേതാണ്? CH3COOH. ഇതാണ് എത്തനോയിക് ആസിഡ്. ഇത് രണ്ടും ഈ ഫസ്റ്റത്തെ റിയാക്ഷനും സെക്കൻഡിലത്തെ റിയാക്ഷനും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോയിക് ആസിഡുമാണ്. നമ്മൾ ഓൾറെഡി ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളും എത്തനോയിക് ആസിഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ CO+H2O റിയാക്ട് ചെയ്താൽ മെത്തനോൾ കിട്ടും. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോളാണത്. ആ മെത്തനോൾ വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 കാർബൺ ആയിട്ടുള്ള എത്തനോയിക് ആസിഡ്. 15B. Write the structural formula of the homologue of B having 1 carbon atom. നമുക്കിപ്പോൾ ബിയുടെ പേര് കിട്ടിയത് CH3COH, ദാറ്റ് ഈസ് എത്തനോയിക് ആസിഡ്. ഈ എത്തനോയിക് ആസിഡിൻ്റെ ഹോമലോഗിൽപ്പെട്ട 1 കാർബൺ ആറ്റമുള്ള ആസിഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എത്തനോയിക് ആസിഡ്. ഇതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം. നമുക്ക് വേണ്ടത് 1 കാർബൺ ആറ്റം ഉള്ളത്. അപ്പോൾ ഓൾറെഡി COOHൻ്റെ ഭാഗമായിട്ട് 1 കാർബൺ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി 1 കാർബൺ ആറ്റം ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ ഈ ബാലൻസ് ഫില്ല് ചെയ്യണത് ഒരു ഹൈഡ്രജൻ വെച്ച് മാത്രമായിരിക്കണം. അതാണ് ഫസ്റ്റ് 1 കാർബൺ ആറ്റം മാത്രമുള്ള ഈ ഹോമലോഗിൽപ്പെട്ട എലമെൻറ്റ്, കോമ്പൗണ്ട് COOH. ഇതിൽ ഈ CH3 പാർട്ടിനെ ഒരു ഹൈഡ്രജൻ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മെത്തനോയിക് ആസിഡ്. അതിനെ ഫോമിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ പേര് HCOH. Question 16A. Write the IUPAC name of the first member of alcohol family. ആൽക്കഹോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഫസ്റ്റ് മെമ്പർ എന്ന് വെച്ചാൽ 1 കാർബൺ ആറ്റം മാത്രമുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 കാർബൺ ആറ്റം മാത്രം, അതിൻ്റെ ബാലൻസ് നമ്മൾ CH3 കംപ്ലീറ്റ് ചെയ്തു. ഇനി OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന് പറയുന്ന പേരാണ് മെത്തനോൾ, CH3OH. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആൻഡ് പവർ ആൽക്കഹോൾ? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95.6% ഓഫ് എത്തനോൾ ഒബ്റ്റൈൻഡ് ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് വാഷ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് വാഷ് വഴി കിട്ടുന്ന 95.6% ആയിട്ടുള്ള എത്തനോളിനാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് 20% അബ്സല്യൂട്ട് ആൽക്കഹോൾ ആൻഡ് 80% പെട്രോൾ. അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ് ചെയ്തിരിക്കുന്ന മിക്സ്ചറിനെയാണ് പറയുന്നത് പവർ ആൽക്കഹോൾ. 20% അബ്സല്യൂട്ട് ആൽക്കഹോൾ, 80% പെട്രോൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിഫറെൻറ്റ് കോമ്പോസിഷൻ വ്യത്യാസമുണ്ട്, ഉപയോഗവും വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16 ചോയ്സ് ഉണ്ട്. നമുക്ക് എ പാർട്ട് അല്ലെങ്കിൽ ബി പാർട്ട് ആൻസർ ചെയ്യാം. 16B. എത്തനോൾ ഈസ് ആൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ. ഇൻഡസ്ട്രിയലായിട്ട് കൂടുതൽ ഉപയോഗമുള്ള ഒരു ആൽക്കഹോളാണ് എത്തനോൾ. ബൈ വിച്ച് പ്രോസസ് എത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? എത്തനോൾ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ ഓഫ് മൊളാസസ് വെച്ചിട്ടാണ്. ഈ മൊളാസസ് എന്ന് പറയുമ്പോൾ അത് ബൈ പ്രോഡക്റ്റ് ഓഫ് ഷുഗർ ജ്യൂസ്, ഷുഗർ പ്രൊഡക്ഷൻ്റെ ബൈ പ്രോഡക്റ്റാണ് മൊളാസസ്. അതിൻ്റെ ഫെർമെൻറ്റേഷൻ വഴിയിട്ടാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. വാട്ട് ഇസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഇൻ ദിസ് പ്രോസസ്? ഈ എത്തനോളിൻ്റെ മാനുഫാക്ചറിൻ്റെ സമയത്ത് ഈസ്റ്റിനുള്ള റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഈസ്റ്റിലാണ് ഈ ഫെർമെൻറ്റേഷനുള്ള എൻസൈമൊക്കെ ഉള്ളത്. ഈസ്റ്റിലുള്ള ഈ ഇൻവെർട്ടൈസ് എന്നുള്ള എൻസൈമാണ് ഗ്ലൂക്കോസിനെ, ഈ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറ്റുന്നത്. പിന്നെ സൈമേസ് എന്ന് പറഞ്ഞ ആ എൻസൈം ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എത്തനോളായിട്ട് മാറ്റുന്നു. ഇനി അങ്ങനെ ആ റിസൾട്ടിങ് സൊല്യൂഷൻ ഓഫ് അതിനെ വാഷ്, അത് കിട്ടുന്ന അതിൻ്റെ പെർസെൻറ്റേജ് 8 to 10% ഓഫ് എത്തനോൾ, അതിനെ വാഷ് എന്ന് പറയും. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയലി എത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question 17. Find X and Y in the combustion equation. ഇവിടെ ഒരു കമ്പഷൻ ഇക്വേഷൻ C4H
ടെന്നിൻ്റെ ഒരു കമ്പസ്റ്റൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. കമ്പസ്റ്റൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പസ്റ്റൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്തായാലും ഓക്സിജൻ ആണെന്ന് മനസ്സിലായി. കമ്പസ്റ്റൻ ഇക്വേഷൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും സെയിം പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാവുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പസ്റ്റൻ ഇക്വേഷൻ കഴിഞ്ഞിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റ് ആൻഡ് ലൈറ്റും ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള വൈ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഫിൽ ചെയ്യാം. ആദ്യം തന്നെ ഒരു സിമ്പിൾ ഫോമിലുള്ള മീഥെയിൻ കൺസിഡർ ചെയ്താൽ മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ഉണ്ടായി. സിമിലർ വേ ഈ ഹെവിയറായ ഈ ഹൈഡ്രോ കാർബൺ റിയാക്ട് ചെയ്തിട്ട് സെയിം പ്രോഡക്റ്റ് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആൻഡ് ഹീറ്റ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ ആണ് എക്സ്, H2O വാട്ടർ ആണ് വൈ. ഇനി ഇക്വേഷൻ നമ്മൾ പോപ്പുലേറ്റ് ചെയ്തു. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈഡ്രജൻ്റെ ആദ്യം ബാലൻസ് ചെയ്യാം. ഹൈഡ്രജൻ റിയാക്റ്റൻ സൈഡിൽ 2 × 10 20 ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉള്ളത് വാട്ടറിൽ മാത്രമാണ്. ഇവിടെ 20 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 10 H2O 20 ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ആയി. ഇനി ഓക്സിജൻ ബാലൻസ് ചെയ്യാനായിട്ട് ഓക്സിജൻ ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഭാഗമായിട്ട് 2 × 8 16 ഉണ്ട്. ഇവിടെ വാട്ടറിൻ്റെ ഭാഗമായിട്ട് 10 ഉണ്ട്. അപ്പോൾ 16 + 10 26 ആണ് ടോട്ടൽ പ്രോഡക്റ്റ് സൈഡിലുള്ള ഓക്സിജൻ ആറ്റം. അപ്പോൾ ഇവിടെ വേണ്ടത് 26-ന് ഇവിടെ O2 ഉണ്ടല്ലോ, അപ്പോൾ 13. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 13 O2, Y 10 H2O. ക്വസ്റ്റ്യൻ 17B. തെർമൽ ക്രാക്കിംഗ് എങ്ങനെയാണ് കമ്പസ്റ്റനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവിയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ആബ്സെൻസ് ഓഫ് എയറിൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സാണ് തെർമൽ ക്രാക്കിംഗ്. ഓക്സിജൻ ഇല്ല, ഹെവിയർ ഹൈഡ്രോ കാർബൺസ് ലോവർ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നു. പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ, പ്രഷർ, ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് ഈ തെർമൽ ക്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് മാറും. ക്രാക്കിംഗ് നടന്നാൽ നമുക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകാം, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകാം. ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. കമ്പസ്റ്റനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പസ്റ്റനിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സെയിം പ്രോഡക്റ്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് റിയാക്റ്റൻ്റ് ആയി വന്നാലും കമ്പഷൻ നടന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ഹീറ്റ് ആണ് കിട്ടുന്നത്. പക്ഷേ തെർമൽ ക്രാക്കിങ്ങിൽ പ്രോഡക്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഏത് ഹൈഡ്രോ കാർബൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അനുസരിച്ചിട്ടുണ്ടാകും. ഇനി ഹീറ്റിംഗ് ഓഫ് പ്രൊപ്പൈൻ ഇൻ എയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. പ്രൊപ്പൈനിൽ 3 കാർബൺ ആറ്റമുള്ള ഈ പ്രൊപ്പൈൻ, അതിന് തെർമൽ ക്രാക്കിംഗ് നടന്നാൽ ഓക്സിജൻ ഒന്നുമില്ല, തെർമലി ക്രാക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈഡ്രജൻ, ഒരു കാർബൺ ആറ്റം മാത്രമുള്ള ഒരു കോമ്പൗണ്ടും 2 കാർബണുള്ള ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുമായിട്ടാണ് ക്രാക്ക് ചെയ്യുന്നത്. അതായത് പ്രൊപ്പൈനിൽ നിന്ന് മീഥെയിനും ഉണ്ടായി, ഒരു ഈഥീനും ഉണ്ടായി. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഉണ്ടായി, അത് മീഥെയിൻ, ഒരു അൺസാച്ചുറേറ്റഡ് ഈഥീൻ. അങ്ങനെ തെർമൽ ക്രാക്കിങ്ങിൻ്റെ ഫലമായി സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആയിട്ട് ഈ ഹെവിയർ ആയിട്ടുള്ള മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബൺ മാറുന്നു. 17Bയുടെ കണ്ടിന്യൂഷനാണ്. തെർമൽ ക്രാക്കിംഗ് നമ്മൾ കണ്ടു. ഇനി കമ്പഷൻ ഡീറ്റെയിൽസ് എന്താണ്? കമ്പഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റ് ആൻഡ് ലൈറ്റും ഉണ്ടാക്കുന്ന ആ പ്രോസസ്സാണ് കമ്പസ്റ്റൻ. ഓക്സിജൻ വേണം, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് കമ്പസ്റ്റൻ. ഈ കമ്പസ്റ്റൻ നടക്കുമ്പോൾ ഏത് ഹൈഡ്രോ കാർബൺ ആയാലും സെയിം പ്രോഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അത് ഹൈഡ്രോ കാർബൺ ഏതാണ് എന്നനുസരിച്ചിട്ട് മാറുന്നില്ല, സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും കമ്പസ്റ്റൻ്റെ കേസിൽ വരുന്നത്. പക്ഷേ തെർമൽ ക്രാക്കിങ്ങിൻ്റെ സ്ഥലത്ത് വ്യത്യാസമാണ് പ്രോഡക്റ്റ്. ഇവിടെ ഒരു കമ്പസ്റ്റൻ്റെ മീഥെയിൻ്റെ കമ്പഷൻ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CH4 + 2O2, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ്.
ക്വസ്റ്റ്യൻ 18. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു മോളിക്കുലാർ ഫോമുല തന്നിട്ടുണ്ട് C5H12O. ഈ കോമ്പൗണ്ടിൽ ഒരു ബൈവാലൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം C5 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 5 കാർബൺ ആറ്റംസ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, ഒരു ചെയിൻ വരയ്ക്കുക. ഇനി ഒരു ഓക്സിജൻ, ബൈവാലൻ്റ് ഓക്സിജൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് ROR എന്നുള്ളതില്ല. അപ്പോൾ ഒരു ഓക്സിജൻ ഒരു ഈ ലിങ്കിൽ അറ്റാച്ച് ചെയ്തത്, ദാറ്റ് ഈസ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഇനി ഹൈഡ്രജനും ഫില്ല് ചെയ്തു. മോളിക്കുലാർ ഫോമുല സെയിം ആണ്, ബൈവാലൻ്റ് ഓക്സിജൻ ഉണ്ട്. ഇത് ഫസ്റ്റ് കോമ്പൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു, എഥോക്സി പ്രൊപ്പെയിൻ. ഇനി അടുത്ത കോമ്പൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പൊസിഷൻ മാറ്റാം. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഈ സെക്കൻഡ് കാർബണിൽ നമുക്ക് ഫസ്റ്റ് കാർബണിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായി, മെതോക്സി ബ്യൂട്ടെയിൻ. അപ്പോൾ സെക്കൻഡ് കോമ്പൗണ്ട്, ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല. അപ്പോൾ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പായ ആൽക്കോക്സി ഗ്രൂപ്പ് വെച്ചിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വേറെ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ പെൻറ്റാൻ 1 ഓൾ ആൽക്കഹോൾ, ഈ RORൻ്റെ ഈ ആൽക്കോക്സി ഗ്രൂപ്പിന് ഫങ്ഷണൽ ഗ്രൂപ്പിന് പകരം നമ്മൾ OH ഗ്രൂപ്പ് വെച്ചിട്ട് ഈ 5 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ ഉണ്ടാക്കിയ പെൻറ്റാൻ 1 ഓൾ, അതിൻ്റെ മോളിക്കുലാർ ഫോമുല സെയിം തന്നെയാണ് വരുന്നത്. ആ കോമ്പൗണ്ട് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, അവിടെയുള്ള ഓക്സിജൻ ബൈവാലൻ്റ് ആണ്. പക്ഷേ ഓക്സിജൻ്റെ ആ ബൈവാലൻസിയിലെ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ഈ കാർബൺ ചെയിൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ വാലൻസി ഓൾറെഡി ഹൈഡ്രജനുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്സിജൻ ബൈവാലൻ്റ് ആണ്, പക്ഷേ ഹൈഡ്രോ കാർബൺ ലിങ്കേജിന് ഒരു വാലൻസി മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ ആ OH അറ്റാച്ച് ചെയ്ത ആ കോമ്പൗണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ഒരു കോമ്പൗണ്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിന് പ്രസൻറ്റ് ആയിരിക്കുന്ന ആൽക്കോക്സി ഗ്രൂപ്പ്. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കോമ്പൗണ്ടിൻ്റെയും ആൽക്കോക്സി ഗ്രൂപ്പാണ്, ROR ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഏത് ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ് ഈ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്നത്? ഈ എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റാമെറിസമാണ്. അതായത് ഒരു ബൈവാലൻ്റ് ആയ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്ത് വരുന്നതിനെയാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ടിൽ ബൈവാലൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ഓരോ സൈഡിലും ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ പ്രൊപ്പൈനും ഈഥൈനും, ഈ സൈഡിൽ മീഥൈൻ ആൻഡ് ബ്യൂട്ടെയിൻ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ആ ഐസോമെറിസത്തിനെയാണ് നമ്മൾ പറയുന്നത് മെറ്റാമെറിസം. ഇവിടെ എഥോക്സി പ്രൊപ്പൈനും മെതോക്സി ബ്യൂട്ടെയിനും മെറ്റാമേഴ്സാണ്. 18th ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ട്. 18B നോക്കാം. ക്വസ്റ്റ്യൻ, 2 compounds with molecular formula C3H8O are functional isomers. രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുല C3H8O ആണ്. അത് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദർ സ്ട്രക്ചറൽ ഫോമുല. ഈ മോളിക്കുലാർ ഫോമുലയിലുള്ള ഫങ്ഷണൽ ഐസോമേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. O ഉള്ളത് കാരണം നമുക്ക് ആദ്യം തന്നെ ഒരു OH ഗ്രൂപ്പിന് അറ്റാച്ച് ചെയ്യാം, ഫങ്ഷണൽ ഐസോമർ. അപ്പോൾ 3 കാർബൺ ആറ്റമുള്ള ചെയിൻ വരയ്ക്കുക, ഒരു OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ബാക്കിയുള്ള ഹൈഡ്രജൻ കാർബണിൻ്റെ ബാലൻസ് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും മോളിക്കുലാർ ഫോമുലയും സ്ട്രക്ചറൽ ഫോമുല കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിനെന്താ പറയുക, 3 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ, പ്രൊപ്പാൻ 1 ഓൾ. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടി. ഇത് മോളിക്കുലാർ ഫോമുലന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി. ഇനി ഒരു കോമ്പൗണ്ടും കൂടി കിട്ടണം ഫങ്ഷണൽ ഐസോമർ ആയിട്ടുള്ളത്. അപ്പോൾ OH അല്ലാതെ വേറെ ഓക്സിജനുള്ള അടുത്ത നമുക്കൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം, ആൽക്കോക്സി ഗ്രൂപ്പ് ROR. അപ്പോൾ RORൻ്റെ ഈ കാർബൺ ചെയിനിൽ ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള ഈ ഹൈഡ്രജനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാർബൺ ബാലൻസ് ഫില്ല് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറൽ ഫോമുല സെയിം തന്നെയാണ്. ഈ മോളിക്കുലാർ ഫോമുലയുടെ സ്ട്രക്ചറൽ ഫോമുലയാണ്. അതായത് ഇവിടെ
ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? മെഥോക്സി ഈഥേൻ. ഷോർട്ടറാണ് മെഥോക്സി, ലോങ്ങർ ചെയിന് ആൽക്കെയിൻ, മറ്റിൽ ഈഥേൻ, മെഥോക്സി ഈഥേൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ളത് ROR, ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് OHഉം RORഉം ആൽക്കോക്സി ഗ്രൂപ്പും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ മോളിക്കുലാർ ഫോർമുലയുടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഫങ്ഷണൽ ഐസോമേഴ്സ്, ഒന്ന് പ്രൊപ്പാൻ 1-ഓളും രണ്ടാമത്തത് മെഥോക്സി ഈഥെയ്ൻ. ഇത് രണ്ടും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. B പാർട്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് ദ കോമ്പൗണ്ട്സ്. നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ഇതാണ്, സെക്കൻഡ് കോമ്പൗണ്ട് ഇത്. ഫസ്റ്റ് ആൽക്കഹോൾ, സെക്കൻഡ് ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പുള്ള രണ്ടിൻ്റെയും IUPAC നെയിം. ഫസ്റ്റ് വൺ പ്രൊപ്പാൻ 1-ol, CH3CH2CH2OH. സെക്കൻഡ് വൺ മെഥോക്സി ഈഥെയ്ൻ, ആൽക്കോക്സി ആൽക്കെയിൻ, CH3O CH2CH3. രണ്ടിൻ്റെയും IUPAC നെയിം കിട്ടി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രൊപ്പാൻ 1-olൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാം. ഈ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിൽ നിന്ന് നമുക്ക് സെക്കൻഡ് കാർബണിലേക്ക് മാറ്റി പ്രൊപ്പാൻ 2-ol, പൊസിഷൻ ഐസോമർ ഓഫ് പ്രൊപ്പാൻ 1-ol. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്